ഏ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് ആണ്. നമ്മൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഞാനുള്ളത് കൊട്ടിയൂരാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്കൊന്ന് പോയി കൊട്ടിയൂരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിവിടെ നിന്ന് എത്തിയിട്ട്. ഒരു 10 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുന്ന വഴിക്ക് വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടെ എത്തിയതിനു ശേഷം കുറച്ച് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഓടപ്പൂവൊക്കെ ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തും ഏകദേശം മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുന്നിൽ ഓരോ കടകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ക്യൂ പാലിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ ഇപ്രാവശ്യം ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഭക്തജനങ്ങൾക്ക് കുറച്ച് നടക്കാനുള്ള നല്ലൊരു ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ നനയാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റും. പിന്നെ കുറച്ച് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ കീഞ്ഞ് ആ ഒരു ഇതറിഞ്ഞ് ഫീൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് നമ്മളെല്ലാവരും അടുത്ത് നിന്ന് എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ ചടങ്ങുകളൊക്കെയാണ്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ കുറേ സമയമൊക്കെ നമ്മൾ അവിടെ തന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ ടൈമിൽ ഇവിടെ വലിയ മഴ ഇല്ല. മുന്നേ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പം എന്താണെന്നല്ല, കാലാവസ്ഥേൻ്റെ ഒരു ഇത് കൊണ്ട് ചെറിയ രീതിയിലുള്ള മഴപ്പാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള മഴയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കുറേ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കർണാടക ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചിങ്ങോട്ട് നടന്ന സമയത്ത് ഞാൻ ഈ ഒരു ഭാഗത്ത് കണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കുന്ന കുറച്ച് കുട്ടികളൊക്കെയാണ്. അവരെ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അവിടെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകണം. ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ പ്രസാദത്തിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അവിടെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചുക്ക് കാപ്പിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് അതൊക്കെ കുടിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം അവിടുന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയും ആനയൊക്കെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇക്കരക്കൊട്ടിയൂരിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിയ അപ്പമുണ്ട്, തിരുവപ്പം. അപ്പം നമ്മളത് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ചെറിയ ചൂടോട് കൂടിയിട്ട് ഈ ഒരു മഴയത്ത് തണുപ്പും കൊണ്ട് ഇതൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു ഫീൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കല്ലുകളൊക്കെ ഇതേപോലെ പൊറുക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അണ്ടറിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണെന്ന്. നമുക്ക് കൂടുതൽ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇനി നേരെ നമുക്ക് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോവാം. അവിടെയും കുറേ ആൾക്കാർ തൊഴുതിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയ ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവാം. പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്കതിൻ്റെ പ്രസാദം കാര്യങ്ങളൊക്കെ വെക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അങ്ങനെ ഞാനൊരു നെയ്പായസം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയ ശേഷം നേരെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടുന്ന് കുറച്ചധികം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പോകുന്ന വഴി അല്ലിയർക്കാവിൽ പോയിട്ട് അവിടെ നിന്ന് കാലൊക്കെ കഴുകി എന്നിട്ട് മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. ഈ ഒരു ഭാഗത്ത് ഒരുപാട് പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞ സമയത്ത് ഞാനും കയറി. ബാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കുളമുണ്ട്. അവിടെ ഒരുപാട് കോയിൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നു. ഇനി അവിടെ നിന്ന് നേരെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇവിടുന്ന് തന്നെ നമുക്ക് അന്നദാനം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചു. നമ്മൾ ഫുഡിൻ്റെ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചോറും അതിൻ്റെ കൂടെ സാമ്പാർ, പിന്നെ അച്ചാർ, വറവ് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ചൂടോടെ ഇതൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ
ഫുഡൊക്കെ ആണെങ്കിൽ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി കുറച്ച് ചന്തയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് പോകണം. അപ്പം നമ്മളിങ്ങനെ അത് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണ്. പോകുന്ന വഴി ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ വമ്പൻ ചന്തയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് നോക്കിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫുഡ് ഐറ്റത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ബേക്കറിയും കാര്യങ്ങളും അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വണ്ടി വെച്ച ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാവുന്ന ടൈം തന്നെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ല ആൾക്കാരെ കണ്ടപ്പോൾ മുളയരി പായസത്തിൻ്റെ ഇത് കണ്ടു. അങ്ങനെ അങ്ങനെ അവരോട് ചോദിച്ചു റിവ്യൂ എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു മെല്ലെ നടന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.